ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഷവർമ റെസിപ്പി നോക്കാം. ആദ്യം നമുക്ക് കുബൂസിനായിട്ടുള്ള മാവ് റെഡിയാക്കാം. അതിനായിട്ട് കുറച്ച് ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ ഈസ്റ്റും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് മിക്സ് ചെയ്ത് 10 മിനിറ്റ് അടച്ചു വെക്കാം. രണ്ട് കപ്പ് മൈദയിലേക്ക് 1 കപ്പ് ആട്ടയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ഈസ്റ്റ് മിക്സ് ഒഴിച്ച് മാവ് കുഴച്ചെടുക്കാം. ആവശ്യത്തിന് ചെറിയ ചൂടുവെള്ളം അല്പാൽപ്പം ഇടയ്ക്ക് ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കുഴച്ച് ടേബിൾ ടോപ്പിലിട്ട് മയപ്പെടുത്തി എടുക്കാം. ശേഷം എണ്ണ പുരട്ടി അടച്ചു വെക്കാം. ഈ ചിക്കൻ പീസുകൾ മഞ്ഞ കളറിലിരിക്കുന്നത് കൊറോണ ആയതുകൊണ്ട് കൊണ്ടുവരുമ്പോൾ തന്നെ ചിക്കൻ കുറച്ച് നേരം മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ വെക്കുന്നത് കൊണ്ടാണ്. ചിക്കൻ ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 500 ഗ്രാം ചിക്കൻ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ തൈര് എന്നിവ ചേർത്ത് മിക്സ് ചെയ്യാം. ഞാനൊരു കാര്യം മറന്നു, 1/4 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അടച്ചു വെക്കാം. ഇനി നമുക്ക് ഗാർലിക് സോസ് റെഡിയാക്കാം. ഒരു ചട്നി ജാറിലേക്ക് 1 പിടി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ഉപ്പും 1 നാരങ്ങയുടെ നീരും ചേർത്ത് ഗ്രൈൻഡ് ചെയ്യാം. ഇതിലേക്ക് 1 എഗ് വൈറ്റും 1/2 കപ്പ് വെജിറ്റബിൾ ഓയിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒഴിച്ച് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഗാർലിക് സോസ് റെസിപ്പി ഞാൻ വിശദമായി മുന്നേ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. 1 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ മാവ് ഇവിടെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ചെറിയ ഉരുളകളാക്കി വീണ്ടും 10 മിനിറ്റ് കവർ ചെയ്ത് വെക്കാം. പത്ത് മിനിറ്റിന് ശേഷം ചപ്പാത്തി പോലെ പരത്തി വീണ്ടും ഒരു 5 മിനിറ്റ് കൂടി മൂടിയിടാം. ശേഷം തവയിൽ ചുട്ടെടുക്കാം. കുബൂസ് റെസിപ്പി ഞാൻ ഇതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാനിവിടെ വെറുതെ സ്റ്റെപ്പ് ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഇനി ചിക്കൻ ഫില്ലിങ്ങിനായി തവയിൽ എണ്ണ ചൂടാക്കി ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഒരുപാട് ക്രിസ്പി ആയിട്ട് കിട്ടേണ്ട കാര്യമില്ല, അല്പം ജ്യൂസി ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. ഇനി അടച്ചു വെക്കാം. ഒരു ഭാഗം നന്നായി വെന്ത് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ കഷ്ണങ്ങൾ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ചൂടാറാൻ വെക്കാം. ഒരു കടായിൽ എണ്ണ ചൂടാക്കി ഒരു 4-5 വെളുത്തുള്ളി അരിഞ്ഞതിട്ട് വഴറ്റാം. ഇനി 1 കപ്പ് cabbage അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 1 കപ്പ് ഉള്ളി അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റാം. ഒരുപാട് വഴറ്റേണ്ട കാര്യമില്ല. വെള്ളമൊക്കെ വറ്റി പച്ചമണം മാറി വരുമ്പോൾ നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ ജീരകവും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ചിക്കൻ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് നല്ലോണം യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഫില്ലിംഗ് റെഡിയായി. ഇനി നമുക്ക് ഷവർമ റോൾ ചെയ്യാം. അതിനായി ഒരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. ഇനി കുബൂസ് പൊളിച്ച് അകത്ത് ഗാർലിക് സോസ് തേച്ച് കൊടുക്കാം. ഇനി ഫില്ലിംഗ് വയ്ക്കാം. ശേഷം കുബൂസ് റോൾ ചെയ്ത് എടുക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ഷവർമയാണ്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായി കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്